RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപക്ഷ സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഇന്ന് രാത്രി നടക്കാൻ പോകുന്ന രാത്രി അഥവാ നാളെ പുലർച്ചെ 1:30 നടക്കാൻ പോകുന്ന കോപ്പ ഡെൽ റേ സെമി ഫൈനലിലെ ബാഴ്സലോണ വിസസ് അത്ലറ്റിക്കോ മാഡ്രിഡ് മത്സരത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എന്തായാലും തീപ്പാറിയ ഒരു പോരാട്ടം തന്നെ. 2 ലെഗുകളിൽ ആദ്യ ലെഗ് നമ്മുടെ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ഹോം ഗ്രൗണ്ടിലായ മെട്രോപൊളിറ്റനിലാണ് നടക്കുന്നത്. 2ാം ലെഗ് ക്യാമ്പ് നൂവിലായിരിക്കും മത്സരം നടക്കാൻ പോകുന്നത്. അപ്പൊ എന്തായാലും തീപ്പാറിയ ഒരു പോരാട്ടം തന്നെയാണ് സാക്ഷിയാവാൻ പോകുന്നത്. അപ്പോൾ ബാഴ്സലോണയുടെ കാര്യം നോക്കുകയാണെങ്കിൽ പരിക്കുകളുടെ പിടിയിലാണ് ബാഴ്സലോണ ഉള്ളത്. അപ്പൊ ഇന്ന് എങ്ങനത്തെ ഒരു സ്റ്റാർട്ടിംഗ് 11 ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഭയങ്കര കൺഫ്യൂഷനിലായിരിക്കും. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഹെഡ് ഇല്ല, റഫീനി ഇല്ല, റാഷ്ഫോർഡ് ഇല്ല. റാഷ്ഫോർഡിന് ഒരു ഡിസ്കംഫർട്ട് അനുഭവപ്പെടുകയാണ്. അത് കാരണം പ്രിക്കോഷൻസ് ആയിട്ട് അടുത്ത കളികളിലേക്ക് പ്രശ്നങ്ങൾ വരരുത് പറഞ്ഞിട്ട് ആൾക്ക് ഈ കളി റെസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. വലിയ പരിക്കുകളില്ല എന്നാണ്. പക്ഷെ റഫീനിയും പെഡ്രിയും തിരിച്ചറിഞ്ഞെങ്കിൽ ഇനിയും ആഴ്ചകൾ എടുക്കും. അപ്പൊ എന്തായിരിക്കും ഇന്ന് നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ഹോം ഗ്രൗണ്ട് ആണ്. അപ്പോൾ അവിടുത്തെ അഡ്വാൻറ്റേജ് അവർക്ക് ഉണ്ടാവും. കഴിഞ്ഞ സീസണിൽ കണ്ടറിയാലോ നമുക്ക് 4-4 സമനില നേടി സെക്കൻഡ് ലെഗിൽ 1-0 വിജയിച്ചിട്ടാണ് ബാഴ്സലോണ ഫൈനലിലേക്ക് കയറുന്നത്. ഫൈനലിൽ റയൽ മാഡ്രിഡിനെ പരാജയപ്പെടുത്തി ചാമ്പ്യന്മാരാവുന്നത്. അപ്പോൾ റയൽ മാഡ്രിഡ് ഓൾറെഡി പുറത്തായിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ സീസണിൽ ആ മത്സരം നടന്ന ആദ്യം 2 ഗോൾ അടിക്കുന്നു. പിന്നെ ബാഴ്സ 2 ഗോൾ സമനില എടുക്കുന്നു. പിന്നെ ബാഴ്സ 2 ഗോൾ ലീഡ് ചെയ്യുന്നു. അതിനുശേഷം അത്ലറ്റിക്കോ മാഡ്രിഡ് 2 ഗോൾ തിരിച്ചു വെച്ച് 4-4 സമനില 8 ഗോളുകൾ പിറന്ന മത്സരമാണ്. മാതിരി കംബാക്കുകളായിരുന്നു അറിയാം. ആദ്യം ബാഴ്സലോണ കംബാക്ക് അടിക്കുകയാണെങ്കിൽ പിന്നെ അത്ലറ്റിക്കോ മാഡ്രിഡ് കംബാക്ക് എന്ന് നടന്നത്. അപ്പൊ അങ്ങനെ ഒരു സീസൺ ആയിരുന്നു കഴിഞ്ഞ സീസണിൽ കടന്നു പോയത്. ബാഴ്സലോണ സംബന്ധിച്ചിടത്തോളം ഡൊമസ്റ്റിക് ട്രിപ്പിൾ അടിച്ചിട്ടാണ് ആ സീസൺ അവസാനിപ്പിച്ചത്. അപ്പൊ ഇന്നലെ നടന്ന പ്രസ് കോൺഫറൻസിൽ ഹൻസി ഫ്ലിക്കിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ സെമി ഫൈനലിൽ എത്തിയത് വലിയ ഇതില്ലാത്ത ടീമുകളൊക്കെ ആയിട്ടാണല്ലോ കളിച്ചിട്ടാണല്ലോ, ചെറിയ സെക്കൻഡ് ലെഗിൽ ചെറിയ ടീമുകളൊക്കെ ആയിട്ടാണല്ലോ കളിച്ചിട്ടാണല്ലോ ഇവിടെ സെമി ഫൈനലിൽ എത്തിയത്, വലിയ ടീമുകൾ ആരും വന്നിട്ടില്ല എന്ന് ചോദിച്ചു. ഒരൊറ്റ വാക്ക് 3 സെന്റൻസിൽ അവസാനിച്ചു, ഗോ ആസ്ക് റയൽ മാഡ്രിഡ്. അപ്പോ എന്താ പറഞ്ഞാല് ഹെൽപ്പ് സെറ്റ് ആയിട്ടുള്ള കളി ഉണ്ടായിരുന്നു റയൽ മാഡ്രിഡ് പുറത്തായത്. അവരായിട്ട് ബാഴ്സ കളിച്ചിട്ടാണ് പുറത്തുന്നത്. അപ്പോൾ സെക്കൻഡ് ഡിവിഷൻ അങ്ങനെ തരം താഴ്ത്തരുത് എന്നുള്ള ഒരു ഇതിലാണ് ആൾ പറഞ്ഞത്. അപ്പൊ റയൽ മാഡ്രിഡിനെ നിങ്ങൾ തരം താഴ്ത്താണോ എന്ന് ചോദിച്ചപ്പോൾ അത് പറഞ്ഞു, ഞാനൊരു ടീമിനെയും തരം താഴ്ത്താൻ തരുന്നല്ല, ഞാൻ ഇത് പറഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരത്തിന് ആ ഒരു ജേർണലിസ്റ്റുകളൊക്കെ സൈലന്റ് ആയി നിന്ന ആ ഒരു നിമിഷമായിരുന്നു ഹാൻസി ഫ്ലിക്ക്. അതായിരുന്നു ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായിക്കൊണ്ടിരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ലാപ്പോർട്ടയുടെ റിസൈനിങ്ങിനെ കുറിച്ച് കുറെ ന്യൂസുകൾ വരുന്നുണ്ട്. കാരണം എന്താ പറഞ്ഞാൽ ലാപ്പോർട്ട അടുത്ത മാസം മാർച്ച് 15 നടക്കാൻ പോകുന്ന ബാഴ്സലോണ ഇലക്ഷന് വേണ്ടിയിട്ട് പങ്കെടുക്കണമെങ്കിൽ പ്രസിഡന്റായിട്ട് ഇരുന്നുകൊണ്ട് അവിടെ നിന്ന് പങ്കെടുക്കാൻ പറ്റില്ല. അപ്പൊ അത് റിസൈൻ ചെയ്യണം. അതിനുവേണ്ടി ആ ബോർഡ് മെമ്പേഴ്സ് എല്ലാവരും റിസൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ താൽക്കാലികമായിട്ട് പുതിയ പ്രസിഡന്റിനെ നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം മാർച്ച് 15 ശേഷമാണ് അറിയാൻ പറ്റുള്ളൂ ആരായിരിക്കും പുതിയ പ്രസിഡന്റ് ആയിട്ട് വരിക എന്നുണ്ട്. അതാണ് ലാപ്പോർട്ട. അതുകൊണ്ടാണ് അതിന്റെ സോഷ്യൽ മീഡിയയിൽ കുറെ പേര് ലാപ്പോർട്ട ഇറങ്ങിപ്പോയി, ഇനിയിപ്പോ ഹൻസി ഫ്ലിക്കും പോവും, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് റൂമേഴ്സും അതേപോലെ ഗോസിപ്പുകളൊക്കെ ഇങ്ങനെ പടർത്തി വിടാണ്. എന്തായാലും ലാപ്പോർട്ടയെ സംബന്ധിച്ചിടത്തോളം വലിയ കുറെ അച്ചീവ്മെന്റ് എന്താ, ബാഴ്സലോണയുടെ മുന്നിലുണ്ടായിരുന്ന ഒരുപാട് പ്രശ്നങ്ങളിൽ ഒരു 20-30% വരെ അല്ലെങ്കിൽ ഒരു 50% വരെയൊക്കെ അതിനുള്ള പരിഹാരങ്ങൾ ആൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇനി കുറേയും കൂടി മുന്നോട്ട് പോകണമെങ്കിൽ ബാഴ്സലോണ തകർച്ചയിലാണ്. AC മിലാനൊക്കെ ആയി എന്നൊക്കെ കുറെ പേര് എഴുതി വെച്ചതാണ്. പക്ഷെ അവര് തിരിച്ചു വരുന്ന കഴിഞ്ഞ സീസണിൽ തന്നെ ഹാൻസി ഫ്ലിക്കിന്റെ പേര് നടന്നത്. അങ്ങനെ ജർമ്മൻകാരനായ കോച്ചിനെ കൊണ്ടുവന്നതിൽ നമ്മുടെ പ്രസിഡന്റിന് നല്ലൊരു ഇത് കൊടുക്കണം, അതിൽ യാതൊരു സംശയമില്ല. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതിലാണ്. ഇപ്പോൾ ഓൾറെഡി ഒരു കപ്പ് ഫൈനല് തൂക്കി റയലിനെ പരാജയപ്പെടുത്തിയിട്ട് അടുത്ത കപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ റയൽ മാഡ്രിഡ് ഇതിൽ വലിയ ഹിസ്റ്ററി ഒന്നുമില്ല. 20ഓളം കപ്പുകൾ എടുത്തിട്ടുണ്ട്. ബാഴ്സലോണയും 32 കപ്പുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ റയൽ മാഡ്രിഡിന്റെ ഫാൻസ് ഒക്കെ ഇതിനെ ഫാർമർ ലീഗ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കലാണ്. അവരും ഇവിടെ കളിക്കുന്നുണ്ട്. അവർ കളിക്കാത്ത ടീമൊന്നല്ല, ട്രോഫികൾ കുറവാന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡാണ് ഇനി കടുത്ത എതിരാളി. അത്ലറ്റിക്കോ മാഡ്രിഡ് റയൽ ബെറ്റീസിനെ 5-0 പരാജയപ്പെടുത്തിയിട്ടാണ് വരുന്നത്. ആൽബസിറ്റിയെ ബാഴ്സലോണ പരാജയപ്പെടുത്തിയിട്ടും ആണ് സെമി ഫൈനലിൽ എത്തിക്കുന്നത്. അപ്പൊ അത്ലറ്റിക്കോ മാഡ്രിഡ് അവസാന മത്സരത്തിൽ ലീഗിൽ റയൽ ബെറ്റീസായിട്ട് 1-0 പരാജയപ്പെടുകയും ചെയ്തു. അപ്പോൾ അവർക്കൊരു കൺസിസ്റ്റൻസി ഇല്ലാതെ കളിക്കുകയാണ്. എന്താ പറഞ്ഞാൽ ഒരു കളി നല്ല മാർജിൻ ജയിക്കും, ഒരു കളി അതേ ടീമായിട്ട് കളിച്ചതാ 1-0 പരാജയപ്പെടുന്നത്. അപ്പൊ സിമിയോണി പറയുന്ന കാര്യം എന്താ പറഞ്ഞാൽ സിമിയോണിക്ക് ഉള്ള താരങ്ങളെ വെച്ചുകൊണ്ടല്ലേ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലുക്മാനെ സൈൻ ചെയ്തിട്ടുണ്ട് അറ്റ്ലാന്റിൽ നിന്ന്. അങ്ങനെ കുറെ സൈനികളൊക്കെ ചെയ്തിട്ടും ആൾക്ക് പോരാന്ന് പറയുന്നത്. അപ്പോൾ മിക്കവാറും ഈ സീസണിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് അപ്പോളോ ഗ്രൂപ്പാണ് പുതിയതായിട്ട്, അവർക്ക് പുതിയ ഒരുപാട് കൺസെപ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്ലബിന്റെ മുന്നോട്ട് പോകാനുള്ള ഒരുപാട് ഇതിലേക്കാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ സിമിയോണി നിർത്തിക്കൊണ്ട് ഇനി എന്തായാലും സിമിയോണി കുറെ വർഷങ്ങളായിട്ട് അത്ലറ്റിക്കോ മാഡ്രിഡിനെ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കോച്ചാണ്. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും സിമിയോണി ഈ സീസണിൽ ചിലപ്പോൾ അവസാനിക്കുന്നത്. സിമിയോണി ഇനി ലാ ലീഗ് എന്തായാലും അടിക്കാൻ ചാൻസ് കുറവാണ്. ചാമ്പ്യൻസ് ലീഗിൽ ഒരു 10% താഴെ ഉള്ളൂ അവർക്ക് ഉള്ള ചാൻസുകൾ എന്ന് പറഞ്ഞാൽ. എന്താ പറയുക, ഈ ഫോമില്ലായ്മ, ഒരു കളി കളിക്കും ഒരു കളി കളിക്കില്ല, അങ്ങനെയുള്ള ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ലീഗിലും ഇപ്പോൾ ലാ ലീഗിൽ ഒരുപാട് പറയും. ആകെ ഉള്ളൊരു ട്രോഫി എന്ന് പറഞ്ഞാൽ ഈ കോപ്പ ഡെൽ റേ ഇത് അടിക്കാനുള്ളതാണ്. അപ്പോൾ ഇതിൽ പരമാവധി അവർ എഫേർട്ട് ഇടും. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ബാഴ്സലോണ പോലെ തന്നെ 1-2 പ്ലെയർക്ക് അപ്പോഴത്തേക്കും പരിക്കുകളുണ്ട്.
അത് സിമിയോണി എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും ഇന്നത്തെ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഇന്ന് സാധ്യതയുള്ള ബാഴ്സലോണ സ്റ്റാർട്ടിങ്ങിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ജോൺ ഗാർസിയ ആയിരിക്കും ഗോൾ കീപ്പറായിട്ട് വരിക. ഡിഫൻഡറിൽ നോക്കുകയാണെങ്കിൽ കുണ്ടയും ബാൾഡയും റൈറ്റും ലെഫ്റ്റും വിങ്ങുകളിലുണ്ടാവും. സെന്റർ ബാക്കുകളായിട്ട് നോക്കുകയാണെങ്കിൽ കുബാർസിയും അല്ലെങ്കിൽ ജെറാർഡ് മാർട്ടിൻ അല്ലെങ്കിൽ എറിക് ഗാർസിയ, ഇവർ മൂന്നാൾക്കാണ് ആർക്കെങ്കിലും ചാൻസ്. എന്തായാലും അറോഹ എത്രത്തോളം സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവുമെന്ന് എനിക്ക് ഡൗട്ടാണ്. എന്താണെന്ന് പറഞ്ഞാൽ സെർലോത്തിനെയൊക്കെ പിടിക്കണമെങ്കിൽ അറോഹ വേണമെന്നുള്ള ഇതിലുണ്ടെങ്കിലും പക്ഷെ ബിഗ് മാച്ചുകളാണ്, സെമി ഫൈനലാണ്. അപ്പോൾ അറോഹോനെ എന്തായാലും ഈ ഒരു ഇതിൽ സെക്കൻഡ് ഹാഫിൽ സബ്സ്റ്റിറ്റ്യൂട്ടൊക്കെ ആയിട്ട് തന്നെ ഇറക്കോളൂ തോന്നുന്നുണ്ട്. മിഡ്ഫീൽഡിലേക്ക് വരുവാണെങ്കിൽ ഓൽമോ ഉണ്ടാവും, ഡിജോൺ ഉണ്ടാവും, അതേപോലെ തന്നെ പിന്നെ നമ്മുടെ ഫെർമിൻ ഉണ്ടാവാൻ ചാൻസ്. അറ്റാക്കിങ്ങിൽ നോക്കുകയാണെങ്കിൽ ഫെറാൻ ടോറസും യമാലും, പിന്നെ അടുത്തത് ആരാന്നുള്ള ചോദ്യം. അവിടെ ബെർണാലിനെ ഇറക്കിയിട്ട് ഓൽമോ വിങ്ങിൽ കളിക്കുമെന്ന്, ലെഫ്റ്റ് വിങ്ങിൽ കളിക്കുമെന്ന് അറിയില്ല. അതേപോലെ തന്നെ ലെവൻഡോസ്കിയും ഫെറാൻ ടോറസും ഒരുമിച്ച് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് വരുമോ അതോ ഫെറാൻ ടോറസിനെ ലെഫ്റ്റ് വിങ്ങിൽ കളിപ്പിക്കുമോ എന്നുള്ളൊക്കെ അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട്. എന്താ യമാൽ ഈ സൈഡ് ഒരു ഭാഗത്തുണ്ടാവും. അവിടെ റാഷ്ഫോർഡും റഫീനും ഇല്ലാത്തതുകൊണ്ട് അവിടെ വേറൊരാൾ ബാക്കപ്പിന് ഇല്ല എന്നുള്ള കാര്യമാണ്. പിന്നെന്താ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റൂണിനെ കൂടി ഇറക്കിയിട്ട് യമാല് 10 പൊസിഷനിലേക്ക് വന്നിട്ട് അവിടെ ഓൽമോ, അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻ നിറഞ്ഞ ഒരു സ്റ്റാർട്ടിങ്ങിൽ വരയ്ക്കുന്നു ബാഴ്സലോണയ്ക്ക്. ഇന്ന് മിഡ്ഫീൽഡർമാരായിരിക്കും ഏറ്റവും കൂടുതൽ ഇന്ന് ഗ്രൗണ്ടിൽ ഉണ്ടാവുക എന്നുള്ള കാര്യം സംശയമില്ല. അത് ഡിഫൻസിൽ സപ്പോർട്ട് ചെയ്യാനും അറ്റാക്കിംഗ് സപ്പോർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ചിലപ്പോൾ 4 മിഡ്ഫീൽഡർമാരായിട്ട് ഇറങ്ങേണ്ടി വരും. അതിൽ ഏകദേശം ഉറപ്പാണ്. എന്താ പറഞ്ഞാൽ പെഡ്രി ഇല്ല, റഫീനി ഇല്ല, റാഷ്ഫോർഡ് ഇല്ല. അങ്ങനെ പിന്നെ ഗാവിയുടെ കാര്യമൊക്കെ ഓൾറെഡി പരിക്കിൽ കിടക്കുന്നത്, ഗാവി ഇപ്പോൾ പ്രാക്ടീസ് ഒക്കെ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ ഒരു സ്റ്റാർട്ടിങ്ങിൽ ബാഴ്സലോണ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. ആരായിരിക്കും സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യാം. അറ്റ്ലന്റിക് കമന്റിന്റെ സ്റ്റാർട്ടിങ്ങിൽ നോക്കിക്കഴിഞ്ഞാൽ ജോൺ മൂസ ആയിരിക്കും ഗോൾ കീപ്പറായിട്ട് ഉണ്ടാവും. അതേപോലെ തന്നെ റൈറ്റ് ബാക്കും ലെഫ്റ്റ് ബാക്കും നോക്കുകയാണെങ്കിൽ മാറ്റോ ഉണ്ടാവും, അതേപോലെ തന്നെ മാർക്കോസ് ഉണ്ടാവും, ഇവർ രണ്ടാളേക്കും. അപ്പൊ ഡിഫൻസിൽ നോക്കുകയാണെങ്കിൽ ജോസ് മാറിയ ഉണ്ടാവും, അതേപോലെ തന്നെ ഡേവിഡ് ഹാങ്കോ, ഇവർ രണ്ടായിരിക്കും ഡിഫൻസിൽ ഉണ്ടാവും. മിഡ്ഫീൽഡർമാരായിട്ട് നോക്കുകയാണെങ്കിൽ സെൻട്രൽ മിഡ്ഫീൽഡറായിട്ട് കൊക്കെ ഉണ്ടാവും, അതേപോലെ തന്നെ റോഡ്രി മെൻഡോസ ഉണ്ടാവും. അതേപോലെ തന്നെ അറ്റാക്കിംഗ് നോക്കുകയാണെങ്കിൽ ഗ്രേസ്മാനും ലുക്മാനും, അതേപോലെ തന്നെ നമ്മുടെ ജൂലിയൻ ആൽവരസും ആണ്. ജൂലിയൻ ആൽവരസ് കുറെ കളികളുണ്ടായി അറ്റാക്കിംഗ് വേണ്ടിയിട്ട് ഭയങ്കര ക്ഷീണത്തിലാണ്. എന്താ പറഞ്ഞാൽ ഭയങ്കര ഗോളുകൾ വരച്ചിലൂടെ കടന്നു പോണ് ജൂലിയൻ ആൽവരസ്. എന്താ പറഞ്ഞാൽ ഇപ്പോൾ ലുക്മാനെ സൈൻ ചെയ്തിട്ടുണ്ട്, 30 മില്യൺ എന്തോ കൊടുത്തിട്ടാണ് അറ്റാന്റിക്കോ വേണ്ടിയിട്ട് സൈൻ ചെയ്തിരിക്കുന്നത്. ബാഴ്സലോണയുടെ പൈസ ഉണ്ടെങ്കിൽ ഈ ജൂലിയൻ ആൽവരസിനും അതേപോലെ തന്നെ അറ്റാന്റിൽ നിന്ന് നമ്മുടെ ലുക്മാനെയൊക്കെ ബാഴ്സലോണയ്ക്ക് സൈൻ ചെയ്യാൻ നല്ല ഓപ്ഷനാണ്. കഴിഞ്ഞ സീസണിൽ 24 മില്യണോ 23 മില്യണോ ലുക്മാനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ റാഷ്ഫോർഡിനെയാണ് ഇത് ചൂസ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ ലോണിലാണ് ഉള്ള ഓപ്ഷൻ കിട്ടിയത്. അപ്പോൾ അങ്ങനെ റാഷ്ഫോർഡിനെ സ്ട്രൈക്കറായിട്ടും കൂടി കളിപ്പിക്കാന്നുള്ള ആ ഒരു ഇതിലാണ് കൊണ്ടുവന്നത്. റാഷ്ഫോർഡ് അത്യാവശ്യം ഭേദപ്പെട്ട ഒരു പെർഫോമൻസ് തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ ജൂലിയൻ ആൽവരസ് ബാഴ്സയ്ക്കെതിരെ നല്ല ഒരു ഇതുള്ള ചങ്ങായാണ്. അപ്പോൾ എന്തായിരിക്കും ഇന്ന് സ്റ്റാർട്ടിങ്ങിൽ അറ്റൻഡിങ് കമന്റിനെ നോക്കിക്കഴിഞ്ഞാൽ അതും അൺപ്രഡിക്റ്റബിൾ ആണ്. ആര് ഗ്രേസ്മാൻ ചിലപ്പോൾ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ജൂലിയൻ ആൽവരസ് ഇറങ്ങും, ലുക്മാൻ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ സ്റ്റെർലോത്തിനെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കും എന്നുള്ള കാര്യം കൂടി ഡൗട്ട് ഉണ്ട്. കാരണം സ്റ്റെർലോത്ത് സെക്കൻഡ് ഹാഫിലാണ് ഇമ്പാക്ട് വന്നിട്ട് ഉണ്ടാക്കാനുള്ള ഒരു പ്ലെയർ ആണ്. ചില ഫസ്റ്റ് ഹാഫിൽ തന്നെ ഇറക്കാറുണ്ട്. 2 സ്ട്രൈക്കർമാർ ജൂലിയൻ ആൽവരസിന് സ്റ്റെർലോത്തിനെ എടുത്ത് കളിപ്പിക്കാറുണ്ട്. എന്താ പറഞ്ഞാൽ ഈ സീസണിൽ ഒട്ടുമുക്ക കളികൾ നോക്കിക്കഴിഞ്ഞാൽ സിമിയോണിയുടെ ഓരോ കളിയിലും ഓരോ സ്റ്റാർട്ടിങ്ങിലും അതേപോലെ ഓരോ ടൈപ്പ് ഇതാണ്. അതാണ് അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് റയൽ ബെറ്റീസ് ആയിട്ടുള്ള മത്സരം. 5-0 ജയിച്ച മത്സരം അടുത്ത ലീഗിൽ വന്നപ്പോൾ 1-0 പരാജയപ്പെടുന്നു. ഒരു ഡൊമിനേഷൻ ആയിട്ട് കളിച്ച് ജയിച്ച അടുത്ത അതേ ടീമിനോട് കളിച്ച അടുത്ത കളിയിൽ പരാജയപ്പെട്ട 1-0, ഒരു ഗോൾ പോലും സ്കോർ ചെയ്യാൻ പറ്റാതെ. അപ്പൊ ഇന്നത്തെ മത്സരത്തിൽ എന്തായിരിക്കും റിസൾട്ട് എന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. ബാഴ്സലോണ അത്ലറ്റിക് മാഡ്രിഡ് വിജയിക്കുക എന്നുള്ളത്. എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നമ്മുടെ സോഷ്യൽ മീഡിയ പേജായ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്ന് ഫോളോ ചെയ്യുക. എന്നാൽ മാച്ച് ഡേനെ കുറിച്ചുള്ള അപ്ഡേഷൻസ് ഒക്കെ അതിലാണ് ഉണ്ടാവുക. അപ്പൊ എന്തായാലും അതൊന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഒരു ശുഭദിനം.